ഹായ് ഗായ്സ്. അച്ചു ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണ്? അതെ, അതായത് ഞാനിവിടെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 1 വർഷം ആയിരിക്കുകയാണ്. ജാനുവരി 4-ാം തീയതി. സോ ഞങ്ങളുടെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോ ഇടാണ്ട് ലോങ് വീഡിയോ ആക്കിയത് കാരണം ഇന്ന് ഞങ്ങളിങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എവിടെ പോകണം, പുറത്ത് പോകാമെന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്തു. പക്ഷേ പിന്നീട് ഞങ്ങൾ ആലോചിച്ചു ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പം ഫാമിലി ആയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇവിടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പപ്പയുണ്ട്, ആലപ്പുഴ വെച്ചിട്ടാണ്. വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, കൊച്ചുമോളുണ്ട്, അച്ചാച്ചനും തങ്കമ്മയും അവരും വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. പിന്നെ പപ്പയും മമ്മിയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരും. വേറെ നാട്ടിലിപ്പോൾ ബാക്കി എല്ലാവരും ഇപ്പോൾ രേഷ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ലിയ ആണെങ്കിലും അല്ലേ, അവരൊക്കെ ഫാമിലി ആയിട്ട് തന്നെ. അതെ, ഇസ ബേബി ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇസ ബേബി കോട്ടയത്തെ വീട്ടിലാണ്. അപ്പോൾ ബാക്കി എല്ലാവരും പുറത്താണ്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളൊരു ചെറിയ വലിയ പരിപാടിയൊന്നുമല്ല, ഒരു കുഞ്ഞ് സെലിബ്രേഷൻ. പിന്നെ ഈ ജാനുവരി 4-ാം തീയതി തന്നെ ഞങ്ങളുടെ ഇടവകപ്പള്ളി പെരുന്നാളാണ്, പൂങ്കാവള്ളി പെരുന്നാളാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഇനി പള്ളിയിലും കൂടെ പോകണം. യെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ 1 വർഷം മുന്നേ നമ്മൾ ആദ്യത്തെ, ഞാനും അച്ഛനും കൂടെ ആദ്യത്തെ ഒരു വീഡിയോ കല്യാണം കഴിഞ്ഞിട്ട് ഇട്ടപ്പോഴത്തേക്കും ആദ്യ രാത്രി വീഡിയോ ആണ് നമ്മൾ ആദ്യം ഇട്ടത് അല്ലേ. അതാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ അതായിരുന്നു. സോ അതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ജേണിയാണ്. ഇപ്പോൾ 1 വർഷം വന്ന് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞങ്ങൾ ഏറ്റവും ആദ്യം മറ്റേ ഹാപ്പി ആനിവേഴ്സറിയുടെ ആരെ ചേച്ചിയാണോ? താങ്ക് യു. അതാ വീഡിയോ ഒക്കെ അതോടെ കാണിച്ചു. ഞങ്ങൾ എന്തായാലും വീഡിയോ എടുത്തിരിക്കുവായിരുന്നു. ഇത് ലിനുവിന്റെ നടുക്കത്തെ ചേച്ചിയായിട്ടുള്ള ലിയ. അതെ 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 അതെ. അപ്പോൾ ലിയ വിഷ് പറയാൻ വേണ്ടി വിളിച്ചാണേ. അപ്പോൾ സംസാരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് മറ്റേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇത് തിരിച്ച് തിരിച്ചടിക്കടാ. ഇത് മറ്റേ മിൽക്കൊന്നും ആനിവേഴ്സറിയുടെ സ്പെല്ലിംഗ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഞാൻ ആക്ച്വലി ഇതെല്ലാം വാങ്ങിക്കാൻ പോയത്, പക്ഷെ എങ്ങും കട തന്നിട്ടില്ല. ഞാൻ 9 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് ഒരു കട തന്നിട്ടില്ലായിരുന്നു. അറിയാടോ, ആനിവേഴ്സറി സ്പെല്ലിംഗ് ഒക്കെ അറിയാത്ത ആരെങ്കിലും കൊണ്ട് ഈ ലോകത്ത്. ചേട്ടൻ മറക്കാൻ ശ്രമിക്കുന്നത് അല്ല, HAPPY അല്ലേ? അപ്പൊ ഇതെന്താ തിരിച്ച്? അതായത് എച്ച് ഇങ്ങനെ, എ ഇങ്ങനെ. ഓ, അതിനെ കൂടെ പൊട്ടിയാക്കുന്നാടാ നീ. അപ്പൊ നമ്മളിവിടെ ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഈ ഡെക്കറേഷൻ ലവ് ബലൂൺ കാണിച്ചു. ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച ലവ് ബലൂൺ. പിന്നെ ഞാൻ ഇവിടെ ഒരുത്തി കാണുന്നുണ്ടെങ്കിൽ ഈ സമയത്തെ ഹൈഡ്രജൻ ബലൂൺ വേണം. പഴയ പോലെ പിടിച്ചോണ്ട് നിന്നാ അത് മേലോട്ട് പൊക്കി പിടിച്ചോണ്ട് വന്നു കുറച്ചു നേരം. ഹാപ്പിയുടെ HAPPY അല്ലേ വേണ്ട? എല്ലാം ഉണ്ടോ, അക്ഷരം എല്ലാം ഉണ്ടോ? ഞാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു, ശരിക്കും മതി പൊട്ടിപ്പോവും. മതി മതി. നിങ്ങൾ ആരെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്ന ഇത് ആദ്യം H കയറ്റും. അങ്ങനല്ല, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധി ഉണ്ടോ? അച്ചാച്ചൻ വന്നിട്ടുണ്ട്. തങ്കമാച്ച് ഉറക്കമാണോ? ഹാപ്പി ആനിവേഴ്സറി എഴുതിയതേ വെക്കാൻ വേണ്ടി പോവാ. അടക്കമല്ല, ഹാപ്പി ആനിവേഴ്സറി. ഇവിടെ അമ്മച്ചി കുക്കിങ്ങിന് തിരക്കിലാണ്. അമ്മ എന്തൊക്കെ സാധനം ഉണ്ടാക്കി ഇപ്പൊ നിലവില്? മോര് വെച്ച്. എന്തെങ്കിലും ഇത് വേണ്ടേ നമ്മുടെ? അതല്ല, കേക്കുണ്ട്. പച്ചടി കിച്ചടി അങ്ങനെ എന്തെങ്കിലും നോക്കാം. ഹായ് ചേച്ചി. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ ഏറ്റവും മൂത്ത ഏജ്. നേരത്തെ ലിയ വിളിച്ചിട്ടുണ്ട്, നമ്മൾ വീഡിയോക്കകത്ത് ലിയനെ കാണിച്ചു. ഇപ്പൊ ചേച്ചിനെ കാണിച്ചു. ഇപ്പൊ എല്ലാരും ആയി. ചേട്ടാ എനിക്ക് H കൂടെ എടുത്തോട്ടെ. ഇവിടെ ഈ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നില്ലേ, അവിടെ വെക്കാൻ വേണ്ടി പോവാ. എഴുതി വെക്കാനല്ല, അത് എഴുതി വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമ്മളിനി അവിടെ ഇങ്ങനെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബലൂണൊക്കെ ഇവിടെ ഇങ്ങനെ തൂക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ തൂക്കാൻ വേണ്ടി പോകുവാണ്. പൂക്കാണ്. ഇതേ പിടിച്ച് അതൊന്ന് വലിച്ചിട്ടേ. അല്ലല്ല, അടുപ്പിക്കേ. എത്ര നേരം ഈ വിവരം കെട്ടവളുടെ കാര്യം. എത്ര നേരം ബലൂൺ കൈ അങ്ങണ്ട. അത് പോയി. ഞാൻ മലയാളത്തിൽ പറഞ്ഞതാണ്, നമുക്ക് ആദ്യം ഇത് തൂക്കിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ബലൂൺ തൂപ്പിക്കാന്ന്. അത് പറ്റത്തില്ല. ആൾക്കാർ കമന്റ് ചെയ്യും, ആനിവേഴ്സറി ആയിട്ട് സിജോ ഭാര്യ വഴക്ക് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യും. അത് കേൾപ്പിക്കാൻ വേണ്ടി
അയ്യോ അതൊന്നും സ്വന്തം പറയുന്നത് നിങ്ങളുടെ കൂടെ കേൾക്കുന്നത് അറിഞ്ഞൂടാ. ഞാൻ കറക്റ്റാ വെച്ചേക്കുന്നത്. ഇത്തിരി ഗ്യാപ്പ് കൊടുത്താൽ മതി. ഗ്യാപ്പ് മതി കേട്ടായി. ബാക്കി ത്രെഡ് ഉണ്ടെങ്കിൽ വെച്ചേക്കണം. എനിക്ക് എത്തത്തില്ലല്ലോ അവിടെ ഇങ്ങോട്ട് കേട്ടോ. അത് കുഴപ്പമില്ല. അതൊന്നും ആവശ്യമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യൂടോ. ഇവിടെ ആദ്യം ചേട്ടാ വലിച്ചു കേട്ട് കേട്ടായി. ബുദ്ധിമുട്ടില്ലാത്തതിനൊക്കെ ഞാൻ ഹാപ്പി. ഇതിന്റെ താഴ്ത്താലും കമന്റ് ചെയ്യും. യഥാർത്ഥത്തിൽ സിജു ഹാപ്പി ആണോ? അതെ ആണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? മതിയാ? ഞാൻ ചുറ്റുവാണേ. ലാലേട്ടൻ പറഞ്ഞു. ശരി ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ടന്റെ ഫോട്ടോ അതെ ഒന്ന് പോടോ. അല്ല അത് വേണം അവിടെ കട്ട് ചെയ്ത് വെച്ചോളെ. വേണ്ട. എന്തിനാണ് കളയുന്നേ? എന്തിനാണ് കളയുന്നത്? ബാക്കിലോട്ട് ഇട്ടോ, മുകളിലോട്ട് ഇട്ടോ. ഇതിന്റെ ഹൈറ്റേ പിന്നെ പറയണേ. ഇതിന്റെ ഹൈറ്റ് ഇല്ലേ ചേട്ടയുടെ തല കാരണം എനിക്ക് കാണാൻ ഒക്കത്തില്ല. നോക്കിയേ ഏകദേശം നോക്കിയേ. മതി 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 മതി. ഒരുപാട് താഴണ്ട. ഒരുപാട് തന്നാലേ ആനിവേഴ്സറി ഈ ഹൈറ്റ് വരെ ഇവിടെ വന്നു കഴിഞ്ഞാലേ കറക്റ്റാ കറക്റ്റാ. മതി കറക്റ്റ് ആണ്. അല്ലെങ്കിൽ 6 കവറായി പോവും. ഞങ്ങൾ ഇന്നലെ നമ്മൾ എത്ര മണിക്കാ കിടന്നേന്ന് പറഞ്ഞേ? 3:30 ആയി. ഞങ്ങള് ചേട്ടായി അല്ല കേട്ടാ, ഞാനും അമ്മയും ചേച്ചി. ഞാൻ പിന്നെ ഇച്ചിരി നേരം ഇവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു ചേച്ചിക്ക് കൂട്ടിരുന്നിട്ട്. ആണെന്നേ ഞാൻ ഉറങ്ങിയായിരുന്നു നേരത്തെ. ചേട്ടായി നേരത്തെ പോയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാരും വെച്ച ബീഫാ? എല്ലാം പോർക്ക്. ഇത് പോർക്കാണ്. ഇത് ഇത് അമ്മ വെച്ച പോർക്ക്. ബീഫ് അമ്മ വെച്ചത്. ചേച്ചി ചിക്കൻ വെച്ചത്. ചേച്ചി അവള് വെച്ചത്. തോരൻ തോരൻ അമ്മ വെച്ചത്. ഈ പുളിശ്ശേരി ഇല്ലേ? തേങ്ങ എടുത്തിട്ടില്ല. പിന്നെ അച്ചാറും പപ്പടം ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ഐസ്ക്രീമും കേക്കും കേക്ക് വാങ്ങിച്ചിട്ട് വരണേ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ അവിടെ അത് കാണിച്ചു തരാം. ഡെക്കറേഷൻ കംപ്ലീറ്റഡ്. നമ്മള് റെഡ് മേളിലും ഗോൾഡൻ തീമിലും വന്നപ്പോ ഭംഗിയുണ്ട്. ഒരുപാട് വലിയ ഡെക്കറേഷന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, സിമ്പിൾ ആൻഡ് സിമ്പിൾ. അതാണ് നമുക്ക് ഇഷ്ടം. ഇവിടെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഇനി നിങ്ങൾ രണ്ടും കൂടി നിൽക്കുമ്പോഴത്തേനും അത് കറക്റ്റ് ആയിക്കോളും. അങ്ങനെ ഞങ്ങള് കേക്ക് എല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ എടുക്കാന്ന്. ഇതാണ് നമ്മുടെ കേക്ക്. കൊച്ചുമോള് വാങ്ങിച്ച കേക്കാണ്. ഹാപ്പി ആനിവേഴ്സറി ചേട്ടായി ചേച്ചി. ഇവിടെ നമ്മളെല്ലാവരും കൂടെ പപ്പയുണ്ട്. തങ്കമാമ ചോറക്ക് വേണ്ടിയിട്ടുണ്ട്. ഇവിടെ പപ്പയും മമ്മിയും കുറച്ചു നേരം വന്നിട്ട് അവര് ഇവിടെ സ്റ്റുഡിയോയില്. പപ്പ മമ്മി ഹായ് കാണിച്ചേ. പപ്പ മമ്മി ഹായ് കാണിക്കും. പപ്പ ഇടക്കിടക്ക് ഉറങ്ങി പോയി. നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്റ്റുഡിയോ മുറി കേട്ടോ. പപ്പനും മമ്മിയും സ്റ്റുഡിയോ റൂമൊക്കെ കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. സോ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യേണ്ട ഇവിടെ കെട്ടിയപ്പോ തന്നെ കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ പാട്ടി പേപ്പർ ഞാൻ തന്നെ പൊട്ടിക്കാന്ന് പറഞ്ഞു. കാരണം അല്ലെ കേക്ക് വീടാറിലും പൊട്ടിക്കുമ്പോഴത്തേക്ക് അത് കളഞ്ഞില്ല. കേക്ക് ഓക്കെ അല്ലേ? മുകളിലൊക്കെ ആയിട്ടുണ്ട്. അവിടെ കേക്കിലായിട്ടില്ല. എന്തായാലും കേക്കിലാകാതിരിക്കുന്നു. ഓക്കെ അപ്പോ ഹാപ്പി ആനിവേഴ്സറി. ഓക്കെ അല്ലേ? കൈകൊട്ട് എന്നാ കഴിച്ചോ. ഓക്കെ മരുമോൾ എങ്ങനെയാണെന്ന് ഇപ്പൊ ചോദിക്കാം. വേനുണ്ട് ഇപ്പോഴും. ദിവസം പപ്പയുടെ കൈയൊന്നും വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ പേനുണ്ട്. പപ്പ അമ്മയും നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. അല്ല ഇവരങ്ങോട്ട്. അതെ
അച്ഛനും അമ്മച്ചിയും വാ. ചെല്ല്. ഓക്കെ കഴിച്ചോ? ആ ഓക്കെ ഓക്കെ ഞാൻ കുറച്ച് എടുത്തോളാം. അമ്മ എടുത്ത് കൊടുത്തോ. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വണ്ടേ ഓ, അയ്യോ ഞാൻ കണ്ടില്ല. അതെ നിനക്ക് ഞാൻ തരുന്നുണ്ടെന്ന്. കൊച്ചുമോളെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന നല്ലത്. അങ്ങോട്ടൊന്നുമില്ല, ഇങ്ങോട്ടാണ് ഞാൻ തന്നോളാം. ശരിയുള്ളൂ. ഓക്കെ അച്ഛന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും അത് കാണിക്കാം. പിന്നെ അതെ ചേട്ടായി പിന്നെ ഇതാരുടെയാണ്? ഇത് പപ്പാടേയും അമ്മച്ചിയുടെയും നിങ്ങളുടെ കൊടുത്തു ഗിഫ്റ്റാണ്. എന്റെ ഓർഡർ കേക്കാണ്. അതെന്റെ ഉള്ളത്. എനിക്കുള്ള ഉണ്ടായിരുന്നത്. അതെ 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 നോക്കിയോ നോക്കിയോ. ഒന്ന് കാണിച്ചു കൊടുത്തോ. എനിക്കാണോ ഇത്? ആ നിനക്ക് അല്ല എന്റെ ഫുള്ളാണ് ഞാൻ എടുത്തത്. കൊച്ചുമോള് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നെ. മറ്റേ ഇവളുടെ മറ്റേ ഡ്രസ് എന്താണ് ചോദിച്ചിട്ട്. അത്രല്ലേ സെറ്റാ? അത്ര ലൗലിയാണോ? അല്ല അല്ല അത് പുതിയതാ. ആ ഇക്കാനോട് ഞാൻ പറഞ്ഞു ചേട്ടായി മേടിച്ചായിരുന്നു ഈ ആഴ്ച എങ്ങനെ വന്ന് എനിക്കറിയാൻ പറഞ്ഞു. 2-3 ആഴ്ചയായി വന്നിട്ട്. കുറച്ചായി. ഇത് അറേബ്യൻ ക്രിസ്റ്റലാണോ? അല്ലല്ല എന്താണ് ഹസൂറോ അങ്ങനെ എന്താ പറഞ്ഞ. നല്ലവണ്ണം പുതിയതാണെന്നും പറഞ്ഞാണ് വന്നത്. ഒരു സാധനം കൂടെ ഇത് അതെ ഒരു സാധനം കൂടെ മിച്ചമുണ്ടേ. അതെ അതെ ആ റോയാ ബൈ മരിയ. ആക്ച്വലി എൻ്റെ ഭാര്യ ഒരു ബിസിനസ് സംരംഭം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബിസിനസ് സംരംഭം തുടങ്ങിയതിൻ്റെ പുറത്ത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് പോയപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്കൊരു സാധനം ബിസിനസ്സിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗുണമുള്ള സാധനം കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇത് ഇരിക്കട്ടെ. പെട്ടെന്ന് വിളിക്കാം ഞാൻ ഞാനേ കൊച്ചുമോളെ കൊണ്ട് റാപ്പ് ചെയ്യിപ്പിച്ചത്. അതെ അതെ എടുക്ക ഓപ്പൺ ആക്ക്. പയ്യെ പയ്യെ ഇല്ലത് ഓപ്പൺ ചെയ്തോ. ഞാൻ നോക്കിയതല്ലോ. കൊച്ചുമോളെ കൊണ്ട് ഓൾറെഡി കൊച്ചുമോളെ കൊണ്ട് പൊട്ടിച്ചു നോക്കിയതാ. ഓക്കെ അപ്പൊ ഇനി റോയ ബൈ മെരിയയുടെ ഓർഡറുകളും വീഡിയോസും ഒക്കെ വലിയ സ്ക്രീനിൽ കണ്ട് കുറെ ഓർഡർ ആക്കി വലിയ ബിസിനസ് സംരംഭയാകുക. കട്ട്ലൈറ്റ് ഇന്നലെ ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു കടയിൽ പോയിട്ട് സാധാ കട്ട്ലൈറ്റ് വാങ്ങിക്കാം. ഇവളുടെ ഐഡിയ ആണ് ഫ്രോസൺ കട്ട്ലൈറ്റ് വാങ്ങിക്കാം. അല്ല ഞാൻ ചോദിച്ചതായിരുന്നു, ഞാനും ചോദിച്ചതാ കഴിക്കണ്ടെന്ന്. ഇത് ആക്ച്വലി ഇതാ കൊള്ളത്തില്ലേ? നോർമലാണ്. നമ്മള് ഫുഡൊക്കെ കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു എല്ലാവരും അല്ലേ. ഇവിടെ പപ്പയും രണ്ട് പപ്പന്മാരും കൂടെ കുറച്ച് രാഷ്ട്രീയമൊക്കെ സംസാരിച്ചിട്ടിരിക്കുവായിരുന്നു പുറത്ത്. മമ്മി ഇറങ്ങി. പപ്പയും മമ്മി ഇപ്പൊ പോകാൻ പോവാണ്. ഇനി കൊച്ചുമോൾ ഡ്രസ്സൊക്കെ മാറി. അതെ 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 ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കണം. കാണിച്ചു ഇത് മൊത്തം വൃത്തിയാക്കിയാൽ വേണം കണ്ടത്. അല്ല പാർട്ടി അത് പൊട്ടിക്കാന്നുള്ള രസത്തിന് വേണ്ടി പൊട്ടിച്ചതാണ്. ഇനി തൂക്കണം, ആണ് മെയിൻ പ്രശ്നം. പപ്പ അടുത്തുണ്ടോ? ഞങ്ങൾ പപ്പാനും മമ്മീനെ കൊണ്ട് ആക്കിയിട്ട് വരാം. സോ അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ പരിപാടീസ് ഒക്കെ തീർത്തല്ലേ. ഇവിടെ ഇരുന്ന് ഉറങ്ങി. കൊച്ചു ഉറങ്ങിയില്ലേ? അമ്മ ഉറങ്ങിയ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോ നേരെ പള്ളിയിൽ പോകണം. നേരെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇടവ പള്ളിയിലെ പെരുന്നാളാണ് ഇന്ന്. സോ ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലേക്ക് പോകാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. പ്രദക്ഷിണമൊക്കെ ഇറങ്ങി ഇനി പള്ളിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് രാത്രിയാവും തിരിച്ചു വരാനായിട്ട്. ഞങ്ങൾ പോവാണ്. ബൈ.